സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഹമ്മദ് മുജ്തബ പൊതുസമ്മേളനത്തിൽ ബത്തേരിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതടക്കം 3 പ്രദേശങ്ങളിൽ. പ്രധാനമായും പര്യടനം ഏതൊക്കെ മേഖലകളിലാണ്? മറ്റൊന്ന്, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ LDF അടക്കം ഗൗരവമായി അവിടെ ഉന്നയിച്ചിരുന്നു കോൺഗ്രസിനെതിരെ. അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്ത കർഷകരുടെ വിധവകളെ കാണുന്നുണ്ട് എന്ന ഒരു വാർത്തയും കേൾക്കുന്നുണ്ട്. എന്താണ് മണ്ഡലത്തിൽ നിന്ന് പൊതുവെ, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് പൊതുവിലുള്ള പരിപാടി? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അദ്ദേഹം വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ വിധിയെഴുതാൻ 5 ദിനം മാത്രമാണ് ഉള്ളത്. അത് രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ വരവാണ് വയനാട്ടിലേക്ക്. അദ്ദേഹം മത്സരിക്കുന്ന വയനാട്ടിൽ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള അവസാനത്തെ പര്യടനവുമാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണവുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. 3 ഇടങ്ങളിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിന് പരിപാടികളുള്ളത്. 9 മണ്ഡലങ്ങൾ 9 ജില്ലകളിലായി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇന്നലെയും ഇന്നുമായാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് വയനാട്ടിൽ വിവിധ മേഖലകളിലെത്തും. തിരുനെല്ലിയിലാണ് ആദ്യ പരിപാടി. തിരുനെല്ലിയിൽ ഔദ്യോഗികമായ പരിപാടികളല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത ക്ഷേത്രത്തിലടക്കം സന്ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുക. അഹമ്മദ് മുജ്തബ സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. മുജ്തബ, സുൽത്താൻ ബത്തേരിയിലടക്കം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഇന്നത്തെ പരിപാടികൾ രാഹുൽ ഗാന്ധിയുടെ? അരുൺ, കൃത്യമായി 11 മണിയോടുകൂടി ഇവിടെ സുൽത്താൻ ബത്തേരിയിലെ ഈ സെൻറ് മേരീസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ പരിപാടി രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ഈ തിരുനെല്ലിയിലെ സെൻറ് മേരീസ് സ്കൂൾ ഗ്രൗണ്ട് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെ നിരവധി ഘടകകക്ഷികളുടെയൊക്കെ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഈ സെൻറ് മേരീസ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആദ്യത്തെ രാഷ്ട്രീയ പ്രസംഗം, ഒരുപക്ഷെ ഈ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ വളരെ രാവിലെ തന്നെ ഈ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ മാവോയിസ്റ്റുകളുടെ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ മണ്ഡലത്തിൽ നിലവിൽ തന്നെ. നേരത്തെ തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട സുരക്ഷയും കർശനമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ SPGയുടെയും അതോടൊപ്പം തന്നെ പ്രവർത്തകർ വരുന്ന വഴികളിലൊക്കെ കേരള പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിലെ പ്രസംഗത്തിന് ശേഷം ഒരു പക്ഷേ പ്രവർത്തകർ നേരത്തെ പറഞ്ഞ പോലെ കർഷകരുടെ വിധവകൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കാണും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം കൂടി രാഹുൽ ഗാന്ധി ഒരുപക്ഷെ കർഷക നയം വ്യക്തമാക്കുന്നൊരു പരിപാടി കൂടി ഉണ്ടാവും. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ കാര്യമായി വിമർശിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇടതുപക്ഷം ഈ വയനാട്ടിൽ CPMുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാട് തന്നെ പറയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള NDAയുടെ സ്ഥാനാർത്ഥികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള പരോക്ഷമായ ഒരു രാഷ്ട്രീയ പ്രസംഗം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കൂടി അടുത്ത മണിക്കൂറിൽ കാത്തിരുന്ന് കാണാൻ ഉള്ളതാണ്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരുൺ, എന്താണ് ഈ രാഹുൽ ഗാന്ധി വരാനിരിക്കുന്ന ഒരു സമയത്ത് ഒരു പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ട്. രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒത്തിരി ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളായ മെഡിക്കൽ കോളേജ് എല്ലാം കൊണ്ടുവരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് നടക്കട്ടെ. ഓക്കെ അമ്മ, എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെയും അദ്ദേഹം ഇന്ന് ഇവിടെ ഈ മണ്ഡലത്തിൽ നിങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി വരികയാണ്, എന്താണ് ഒരു പ്രതീക്ഷ? ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി ഒരു നല്ല ഭരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമില്ലാത്ത ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നല്ല ഭരണം കാഴ്ചവെക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. രാഹുൽജിയുടെ
ഭരണത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഇന്ത്യ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഭരണത്തിൽ നിന്ന് മാറിയുന്ന ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് ഒരുപാട് പാടുപെട്ടാണ് അവരുടെ രാജ്യം. കാർഷികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ വരുന്നുണ്ട്. ഈ കാർഷിക മേഖലയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാർഷിക മേഖല വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ തന്നെയാണ് സാധാരണക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. അതായത് കാർഷികപരമായും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ പിന്നോക്ക വിഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഈ വയനാട് മണ്ഡലം, അവിടെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നതോടുകൂടി വളരെ വലിയ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത്. മറ്റൊരാളിവിടെ, അമ്മ, എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി ഇന്നിവിടെ നിങ്ങളുടെ മണ്ഡലത്തിൽ ആദ്യത്തെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ്? രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടോ? രാവിലെ മുതൽ ഇപ്പം കുറച്ച് നേരം ആയിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട്. ഞങ്ങൾ ബസ്സിനാണ് വന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് രാഹുൽ ഗാന്ധി പിന്നെ ഭൂരിപക്ഷത്തോടും പിന്നെ 5 ലക്ഷത്തിൻ്റെ കൂടുതൽ വോട്ടോടു കൂടിയും പിന്നെ വിജയിക്കുമെന്ന്. ഞങ്ങൾക്ക് കാർഷിക മേഖലയിൽ വളരെ തകർച്ചയാണ്, ക്ഷീരോത്പാദനത്തിലും തകർച്ചയാണ്. അതുകൊണ്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഞങ്ങൾക്കതെല്ലാം പിന്നെ വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അരുൺ, അത്തരത്തിലാണ് ഇപ്പോൾ ഓരോരുത്തരും രാഷ്ട്രീയം മറന്നുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത ഒരു വയനാട് ജനത രാവിലെ മുതൽ തന്നെ ഈ സെന്റ് മേരീസ് ഗ്രൗണ്ടിന്റെ ഈ മുഴുവൻ സ്ഥലങ്ങളിലും ഇപ്പോൾ ആളുകൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. ഈ നമുക്ക് പുറകിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഇനി പകുതിയോളം സ്ഥലം ഇനിയും ബാക്കിയുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും വരികയാണ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരാണ് കൂടുതലായി ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല SPGയുടെ പ്രത്യേക സുരക്ഷയുണ്ടായിട്ട് പോലും കിലോമീറ്ററുകൾ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ആ വഴി നടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെന്റ് മേരീസ് ഗ്രൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്